നമ്മളിപ്പോ ലോറിയിൽ എല്ലാവരും നോക്കുമ്പോൾ ആണുങ്ങൾ മാത്രമല്ലേ പോകുന്നുള്ളൂ, സ്ത്രീകളാരും പോകുന്നില്ല. അപ്പം ആദ്യം കാണുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു റെസ്പെക്റ്റ്, ഒരു ഇഷ്ടമാണ് നമ്മളോട് എവിടെ ചെന്നാലും അതെ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കും പുറത്തേക്ക് ഇപ്പൊ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പേടിയില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാം. ഇപ്പൊ നമ്മൾ അങ്ങനെ പേടില്ല, എല്ലാവരും പൊതുവെ യാത്ര ചെയ്യുന്നില്ല. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ട്. അതിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പോയതൊന്നും എനിക്ക് കുഴപ്പമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റും. വീട്ടുകാരുടെ സപ്പോർട്ടില്ല നമുക്ക് ഇങ്ങനെ ഒരു ജോലിക്ക് പോകാൻ നടക്കത്തില്ല. ചേട്ടായിക്ക് എന്നെക്കാട്ടിലും നാട്ടിൽ ചേട്ടായിക്കാണ് പറഞ്ഞത്. നേരത്തെ എന്നോട് പറയുമായിരുന്നു വണ്ടിയെ പോകാമെന്ന് പറയുന്നത്. അപ്പം ഞാനാ പുറകോട്ട് നിന്നത്. ലൈസൻസ് എടുത്ത് എടുക്കാനും ഒക്കെ ജനുവരി തൊട്ട് നല്ല മഞ്ഞായിരിക്കും. ഡിസംബറിലൊന്നും വലിയ മഞ്ഞ കാണില്ല. ജനുവരി തൊട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ മഞ്ഞായിരിക്കും. മെയ്, ജൂൺ, ജൂലൈ ഒക്കെ മഴ കാണും. അപ്പം മഴയുടെ ഭംഗി, മഴയുണ്ട്, ആലിപ്പഴമുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. കുങ്കുമപ്പൂ ആണെങ്കിൽ നവംബർ, ഒക്ടോബർ പകുതി തൊട്ട് നവംബർ പകുതിയേ ഉള്ളൂ. പക്ഷെ വഴികളാണ് കാണുമ്പോൾ നമുക്കൊരു പേടി. വഴി ഇപ്പൊ 90 ഞാനെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞില്ല, ഒരു ട്രിപ്പ് പോയപ്പോൾ വഴിയിൽ അവിടെ ഒരു 12 ദിവസം കിടന്നു. ഒരാൾക്ക് പോയപ്പോൾ പിള്ളേരെ കൊണ്ട് പോയപ്പോൾ അവിടെയൊക്കെ കയറിയായിരുന്നു. അപ്പൊ അവര് വിടൂല്ല, ഞങ്ങളെ വിടുകയല്ല. അത് ടോളുകളിലോ പമ്പുകളിലോ ഒന്നും നല്ല നീറ്റായിട്ടുള്ള എപ്പം നമുക്ക് യാത്ര ചെയ്യുമ്പോഴും അതെ നമുക്ക് ആ കാണാപ്പാടം പോലെ നമുക്ക് നമ്മുടെ മനസ്സ് കുറച്ച് വിശാലമായി. ഇന്ത്യ മുഴുവൻ എൻ്റെ അത് നമുക്ക് എല്ലാവരും അറിയാം. അല്ലെ നമുക്ക് നമ്മുടെ കോട്ടയം പോലെ മൊത്തം നമുക്ക് അറിയാം. കൃഷിസ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകും. അപ്പം ശരിക്കും കൃഷിക്കാർക്കൊക്കെ അവര് ചെയ്യുന്നതിന്റെ ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടാറില്ല. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വേസ്റ്റൊക്കെ പെറുക്കി നടക്കുന്നതും പ്ലാസ്റ്റിക്കും ടോളയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ്. പിള്ളേരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാവും. ഒത്തിരി ആൾക്കാർ ടെൻ്റ് അടിച്ച് താമസിക്കുന്നവരുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് കൃഷിക്കായിട്ട് വരുന്നവരുണ്ട്. വേറെ സ്ഥലത്തായിരിക്കും അവരുടെ വീടൊക്കെ. കൃഷിക്കായിട്ട് ഇങ്ങനെ വന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. എന്നാണെങ്കിലും ഞങ്ങൾ ചെന്നാലും ചായയൊക്കെ ആണല്ലോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ കാണുമ്പോൾ ഭയങ്കര ശരിക്കും നമ്മൾ പിന്നെ കൃഷി ചെയ്യുമ്പോൾ അവർക്കൊന്നും കിട്ടുന്നില്ല. ഒരു സാധനം തരയില്ലാതെ കുറേ